ഇതാരുടെ ഫോട്ടോയാണെന്ന് അറിയാമോ? ഇദ്ദേഹം മരിച്ച ജൂൺ 19 നാം വായനാ ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ? നിങ്ങൾക്കെല്ലാം ഇതാരാണെന്നും ഇദ്ദേഹത്തിൻ്റെ ചരമദിനമായ ജൂൺ 19 വായനാ ദിനമായി ആചരിക്കുന്നത് എന്തുകൊണ്ടാണെന്നും അറിയാം അല്ലേ? അതെ, ഇത് PN പണിക്കർ, പുത്തുവയിൽ നാരായണ പണിക്കർ, കേരള ഗ്രന്ഥശാല പ്രസ്ഥാനത്തിൻ്റെ പിതാവ്, അക്ഷര കേരളത്തിൻ്റെ ശില്പി എന്നറിയപ്പെടുന്ന അദ്ദേഹം തൻ്റെ 17-ാം വയസ്സിൽ ജന്മനാടായ നീലംപേരൂരിൽ സനാതനധർമ്മം എന്ന പേരിൽ ഒരു വായനശാല സ്ഥാപിച്ചുകൊണ്ടാണ് ഗ്രന്ഥശാല പ്രസ്ഥാനത്തിന് തുടക്കം കുറിച്ചത്. ഈ പ്രസ്ഥാനം പിന്നീട് സംസ്ഥാനത്തൊട്ടാകെ 6000-ത്തോളം ഗ്രന്ഥശാലകളുള്ള വലിയൊരു ശൃംഖലയായി വളർന്നു. വായിച്ചു വളരുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന മുദ്രാവാക്യം. 1995 ജൂൺ 19 അദ്ദേഹം അന്തരിച്ചു. അദ്ദേഹത്തിൻ്റെ ഓർമ്മയ്ക്കായി കേരള ഗവൺമെൻറ് 1996 മുതൽ ജൂൺ 19 വായനാ ദിനമായും ജൂൺ 19 മുതൽ 25 വരെ വായനാ വാരമായും ആചരിക്കുന്നു. 2017 മുതൽ ഇന്ത്യ ഗവൺമെൻറ്റും ജൂൺ 19 ദേശീയ വായനാ ദിനമായി ആചരിക്കുന്നു. പക്ഷേ ഇന്ന് നമ്മുടെ വായന എവിടെ? ഫോണും റീൽസും നമ്മുടെ സമയം കവർന്നെടുത്തിരിക്കുന്നു. ഒരു പുസ്തകം തുറക്കാൻ നമുക്ക് സമയമില്ല. ഒരു പേജ് മതി. ഇന്ന് ഒരു പേജ് വായിച്ചു തുടങ്ങിയാലോ? ഇത് എൻ്റെ വീട്ടിലെ ബുക്ക് ഷെൽഫാണ് കേട്ടോ. മലയാള അധ്യാപികയും പുസ്തകപ്രേമിയും വായനാപ്രേമിയൊക്കെ എൻ്റെ ചേച്ചി ഒരുപാട് പുസ്തകങ്ങൾ വാങ്ങിക്കാറുണ്ട്. അപ്പം ഇതിൽ ഞാൻ വായിച്ചതും വായിക്കാത്തതുമായ ഒരുപാട് പുസ്തകങ്ങളുണ്ട്. അപ്പം ഞാനും വായിക്കാറുണ്ട്, വായിക്കാൻ ഇഷ്ടമാണ്. അപ്പോൾ ഇനിയുണ്ട് ഇതിലൊരുപാട് പുസ്തകങ്ങൾ വായിക്കാൻ വേണ്ടിയിട്ട്. ചിലതൊക്കെ ഇനിയും വായിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. വായനയുടെ ലോകത്തേക്ക് നമുക്കൊന്ന് പോയാലോ? ആലീസിൻ്റെ അത്ഭുത ലോകവും ടോട്ടോച്ചാൻ്റെ തീവണ്ടി സ്കൂളും രാക്ഷസൻ്റെ കയ്യിൽ നിന്ന് രാജകുമാരിയെ രക്ഷിച്ച് മാണിക്യക്കല്ലുമായി പോകുന്ന രാജകുമാരനും മരുഭൂമിയിൽ ആടുകളോടൊപ്പം എപ്പോഴൊക്കെയോ അവരിലൊരാളായി മാറിയ നജീബും, അങ്ങനെ നമ്മെ വിസ്മയിപ്പിക്കുന്ന നൊമ്പരപ്പെടുത്തുന്ന എത്രയോ കഥകൾ, ജീവിതം. അപ്പോൾ ഇന്ന് തന്നെ തുടങ്ങുകയല്ലേ? ഹാപ്പി റീഡിംഗ് ഡേ.